വ്യോമയാന മേഖലയിലെ പ്രതിസന്ധി പരിഹരിച്ചെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടും ഇൻഡിഗോ ഇന്ന് മാത്രം റദ്ദാക്കിയത് 450ഓളം വിമാന സർവീസുകളാണ്. പ്രധാന നഗരങ്ങളിൽ സർവീസുകൾ സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു എന്നാണ് ഇൻഡിഗോയുടെ അവകാശവാദം. DGCA നോട്ടീസിന് ഇൻഡിഗോ CEO ഉടൻ മറുപടി നൽകും. സർവീസുകൾ സാധാരണ നിലയിലേക്കെന്ന് കമ്പനി അവകാശപ്പെടുമ്പോഴും 450ഓളം സർവീസുകളാണ് ഇന്നും റദ്ദാക്കിയത്. പ്രതിസന്ധിക്ക് പിന്നാലെ 4500 അധികം വിമാന സർവീസുകളും റദ്ദാക്കി. വിമാനത്താവളത്തിൽ ഇന്നും യാത്രക്കാർ പ്രതിഷേധിച്ചു. യാത്രയിൽ വിമാന കമ്പനികളുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും വൈദ്യസഹായം ഉൾപ്പെടെയുള്ളവർക്ക് ഇൻഫർമേഷൻ ഡെസ്കിനെ സമീപിക്കാമെന്നും ദില്ലി വിമാനത്താവളം നിർദ്ദേശം നൽകി. ചണ്ഡീഗഡ് വിമാനത്താവളത്തിൽ പഞ്ചാബ് സർക്കാർ കൺട്രോൾ റൂം ആരംഭിച്ചു. ബുധനാഴ്ചയാകുമ്പോഴേക്കും സാധാരണ നിലയിലേക്ക് മടങ്ങാനാകുമെന്നാണ് ഇൻഡിഗോ അവകാശപ്പെടുന്നത്. DGCAയുടെ കാരണം കാണിക്കൽ നോട്ടീസിന് CEO പീറ്റർ എൽബേഴ്സ് ഇന്ന് മറുപടി നൽകും. ഇന്നലെ മറുപടി നൽകാനുള്ള സമയം നീട്ടി നൽകിയിരുന്നു. ഇന്ന് വൈകുന്നേരത്തോടെ ലഗേജുകളെല്ലാം ലക്ഷ്യസ്ഥാനങ്ങളിലെത്തിക്കാൻ ഇൻഡിഗോക്ക് DGCA കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 3000 ബാഗേജുകൾ ഇതിനോടകം ഇൻഡിഗോ യാത്രക്കാർക്ക് എത്തിച്ചു. 610 കോടി രൂപയുടെ റീഫണ്ടും നൽകിയിട്ടുണ്ട്. അതേസമയം വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് അഭിഭാഷകൻ നൽകിയ ഹർജിയിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. വിഷയം സർക്കാർ പരിഗണനയിൽ ഉള്ളതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി കോടതി തള്ളിയത്. കൈരളി ന്യൂസ്, ദില്ലി.